ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ്. ഇന്നിപ്പോൾ ഈ അഫാനെ അച്ഛനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യലിലേക്കൊക്കെ പോലീസ് കടക്കാനിരിക്കുകയായിരുന്നു. ഇന്നലെയാണ് അമ്മ ഇളയ കുഞ്ഞ് മരിച്ച വിവരമൊക്കെ അറിഞ്ഞത്. അത് വളരെ വൈകാരികമായ നിമിഷങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ, ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാന് പാങ്ങോട് സ്റ്റേഷനിലാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഈ സ്റ്റേഷന്റെ സെല്ലിനുള്ളിൽ മറിഞ്ഞു വീണു എന്നുള്ളൊരു വിവരമാണ് വരുന്നത്. പ്രാഥമിക കൃത്യങ്ങൾക്കായി വിലങ്ങഴിച്ചപ്പോഴായിരുന്നു ഈ ഒരു സംഭവം. അഫാനുമായുള്ള തെളിവെടുപ്പ് ഇന്ന് തുടരാൻ ഇരിക്കെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചന്തു ചന്ദ്രശേഖറാണ് നമുക്കിപ്പം ഉള്ളത്. ചന്തു, ഈ തെളിവെടുപ്പ് വൈകും എന്ന് മനസ്സിലാകുന്നു. അഫാന് ദേഹാസ്വാസ്ഥ്യം, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടോ? എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സേതുലക്ഷ്മി, അല്പസമയം മുൻപാണ് പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിലങ്ങഴിച്ചതിനു ശേഷം അഫാനെ പ്രാഥമിക കൃത്യങ്ങൾക്കായി കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഈ സെല്ലിനുള്ളിൽ തന്നെ മറിഞ്ഞു വീണത്. ചെറിയ രീതിയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതായാണ് പോലീസ് വ്യക്തമാക്കിയത്. അതിനെ തുടർന്ന് ഇപ്പോൾ കല്ലറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ, സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വൈദ്യപരിശോധന നടക്കുന്നുണ്ട്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെറിയ രീതിയിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് സെല്ലിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. എങ്കിലും അവിടെ വെച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പോലീസ് ഒരു നടപടികളുടെ ഭാഗമായി ഇപ്പോൾ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും തെളിവെടുപ്പ് നടപടികൾ വൈകാനുള്ള സാധ്യതയാണ് കാണുന്നത്. വലിയ തരത്തിലുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് തെളിവെടുപ്പ് മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയുള്ളൂ. എന്തായാലും 8 മണിയോട് കൂടിയൊക്കെ തെളിവെടുപ്പിന് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്തായാലും പോലീസിന്റെ വലിയൊരു നിരീക്ഷണം അഫാന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നേരത്തെ ഒരു ഈ ആത്മഹത്യാ ടെൻഡൻസി ഒക്കെ കാണിച്ച ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ വലിയ തരത്തിലുള്ള പോലീസ് നിരീക്ഷണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും 8 മണിയോട് കൂടി ഈ ഉമ്മുമ്മയുടെ വീട്ടിലേക്കായിരിക്കും, പാങ്ങോടേക്കായിരിക്കും ഈ അഫാനുമായി തെളിവെടുപ്പിന് കൊണ്ടുപോകുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രധാനമായും ഇപ്പോൾ അഫാൻ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അഫാനെ ഈ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്കിറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പ്രാഥമിക ചെക്കപ്പ് നടത്തിയതിന് ശേഷം ഇപ്പോൾ പോലീസ് വീണ്ടും അഫാനുമായി പുറത്തേക്ക് വരുന്നു. ഇനി നേരെ പാങ്ങോട് സ്റ്റേഷനിലേക്കായിരിക്കും കൊണ്ടുപോകുക. അവിടെ നിന്നായിരിക്കും ഇനി തെളിവെടുപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും സൽമാ ബീവിയുടെ വീട്ടിലേക്ക്, പാങ്ങോട് സൽമാ ബീവിയുടെ വീട്ടിലേക്കായിരിക്കും ആദ്യം കൊണ്ടുപോകുക. അവിടെയാണ് പ്രതി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയത്. ആ കേസിലാണ് പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അവിടെ നിന്നും ഈ മാല കവർന്നതിന് ശേഷം ഒരു CDM-ലേക്ക് പോയി ആ പണം നിക്ഷേപിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ എത്തിച്ചൂക്ക് തെളിവെടുപ്പ് ഉണ്ടാകും. എന്തായാലും വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. കൂടുതലും ഈ ബന്ധുക്കളൊക്കെയാണ് ഈ പാങ്ങോട് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള വൈകാരികമായ പ്രകടനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും പോലീസിന്റെ കനത്ത ഒരു സുരക്ഷയിലൊക്കെ തന്നെയായിരിക്കും ഇവിടെ നിന്നും അഫാനെ ഈ പാങ്ങോടേക്ക് തെളിവെടുപ്പിൽ കൊണ്ടുപോകുക. ഇപ്പോൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ കല്ലറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും അഫാനെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയാണ്. ശരി ചന്തു.